നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന് കെ മുരളീധരൻ. കുടുംബം പോലൊരു മണ്ഡലത്തിൽ സജീവമാണെന്നും നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടതെന്നും കെ മുരളീധരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ജില്ല വിട്ടുപോയി മത്സരിക്കാൻ താൽപര്യമില്ല, വട്ടിയൂർക്കാവ് ഇക്കുറി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നും കെ മുരളീധരൻ പറയുകയാണ്. ഞാൻ പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ കാരണം അതാണ്. അല്ല, അത് തന്നെ വട്ടിയൂർക്കാവ് എൻ്റെ ഒരു കുടുംബമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ വട്ടിയൂർക്കാവിൻ്റെ കാര്യം പറയാൻ കാരണം. ഞാനിവിടെ MLA ആയിരുന്ന ആളാണ്. അതുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിനോട് ഒരു വൈകാരിക ബന്ധം എനിക്കുണ്ട്. പക്ഷേ അതൊക്കെ തീരുമാനം എടുക്കുമ്പോൾ പല ഘടകങ്ങളും ആലോചിക്കേണ്ടി വരും. അതനുസരിച്ച് പാർട്ടി തീരുമാനം എടുക്കട്ടെ, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ ഞാൻ വട്ടിയൂർക്കാവിൽ സജീവമായിട്ടുണ്ട്, അത് നാളെയും സജീവമായിട്ടുണ്ടാവും, ഞാൻ മത്സരിച്ചാലും ഇല്ലെങ്കിലും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കരുത് എന്നും കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടു. മണ്ഡലം പിടിക്കാൻ അനിവാര്യമെങ്കിൽ മാത്രം MP-മാർ മത്സരത്തിനിറങ്ങണം, അല്ലാത്ത പക്ഷം 5 വർഷം പൂർത്തിയാക്കണമെന്നും തിരഞ്ഞെടുപ്പ് സമയത്തെ ഹൈക്കമാൻഡ് നിർദ്ദേശം MP-മാർ പാലിക്കണമെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. ഞങ്ങളോടൊക്കെ കഴിഞ്ഞ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഞങ്ങളോടൊക്കെ പറഞ്ഞത് ലോക്സഭയിൽ അംഗമായി കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് നോക്കരുത്, കാരണം അതിന് കീഴ്വഴക്കം കുറേ കാലമായിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസി പിടിച്ചെടുക്കണം എന്നാണെങ്കിൽ ഇപ്പം ഞാൻ കഴിഞ്ഞാണ് നിയമത്ത് മത്സരിച്ച പോലെ ഒരു പ്രത്യേക സാഹചര്യം, അങ്ങനെ സാഹചര്യം ഇന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ MP-മാർ സാധാരണ രീതിയിൽ അസംബ്ലിയിലേക്ക് മത്സരിക്കേണ്ടതാണ് നിലവിലുള്ള തീരുമാനം. അതിന് എക്സംഷൻ വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേർന്നത്. പ്രവീണ, ഗുഡ് മോർണിംഗ്. ഈ തൃശ്ശൂരിൽ നിന്നും പരാജയപ്പെട്ട സമയത്ത് കെ മുരളീധരൻ എടുത്ത നിലപാട് ഇനി താൻ മത്സര രംഗത്തേക്കേ ഇല്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിനിൽപ്പുണ്ട്, തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മുരളീധരന്റെ നിലപാടിന് എന്തുമാത്രം പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കും? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. കെ മുരളീധരൻ താനിനി മത്സരരംഗത്തേക്കില്ല എന്ന് ഇത് ആദ്യമായിട്ടല്ല പറഞ്ഞിരുന്നത്, മുൻപും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും അദ്ദേഹം മാറ്റിയിട്ടുമുണ്ട്. മാത്രവുമല്ല, പാർട്ടി ആവശ്യപ്പെടുന്ന ഇടങ്ങളിലൊക്കെ, അതിപ്പോൾ നിയമസഭ ആയിക്കൊള്ളട്ടെ, നിയമം പോലുള്ളിടത്തൊക്കെ വന്ന് മത്സരിച്ച് തോറ്റ ചരിത്രവും ഒക്കെ ഉള്ള ഒരാൾ കൂടിയാണ്. എന്തായാലും അദ്ദേഹം മത്സരരംഗത്തുണ്ടാകുമെന്നുള്ള കാര്യം അദ്ദേഹം ഉറപ്പിക്കുകയാണ്. അത് മാത്രവുമല്ല, മത്സരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയാണ്. തൻ്റെ മനസ്സിലുള്ളത് നേതൃത്വത്തെ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മണ്ഡലത്തിൽ താൻ സജീവമാണ്. തൃശ്ശൂരിലെ പരാജയത്തിനു ശേഷം താൻ പൂർണ്ണമായും മണ്ഡലം കേന്ദ്രീകരിച്ച്, വട്ടിയൂർക്കാവ് മണ്ഡലം കേന്ദ്രീകരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ആളുകളുടെ എല്ലാ ദുഃഖത്തിലും, സുഖത്തിൽ ചിലപ്പോൾ പങ്കുചേരാൻ തനിക്ക് ഓടിയെത്താൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ഒരു ദുഃഖമുണ്ടായാൽ അവർക്കൊപ്പം നിൽക്കുന്ന ആളാണ് താൻ. മുൻ MLA എന്നുള്ള തരത്തിൽ മാത്രമല്ല, അവിടുത്തെ ഒരു വോട്ടർ എന്നുള്ള തരത്തിൽ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലം വിട്ട് മറ്റൊരു മണ്ഡലം ആലോചിക്കുന്നുമില്ല. മത്സരിക്കുകയാണെങ്കിൽ അത് വട്ടിയൂർക്കാവ്. എന്തായാലും മത്സരരംഗത്തേക്ക് താല്പര്യമുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ് കെ മുരളീധരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. മത്സരരംഗത്ത് ഉണ്ടാകണമെങ്കിൽ അത് വട്ടിയൂർക്കാവിൽ തന്നെ വേണം. അദ്ദേഹത്തെ തൃശ്ശൂർ മത്സരിപ്പിക്കണമോ എന്നൊക്കെയുള്ള ചർച്ചകൾ പല വഴിക്ക് ആലോചനകൾ നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂടി തന്നെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് അത്തരം ചർച്ചകളൊക്കെ അവിടെ നിൽക്കട്ടെ, താൻ എന്തായാലും വട്ടിയൂർക്കാവ് വിട്ടില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ്. എന്തായാലും വട്ടിയൂർക്കാവിൽ തന്നെ മത്സരിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി. നേതൃത്വം അതിൽ വലിയ എതിർപ്പുണ്ടാകില്ല, കാരണം കഴിഞ്ഞ തവണ കെ മുരളീധരൻ മാറിയപ്പോൾ മത്സരിച്ച ആൾക്ക് അത്ര കണ്ട് വോട്ടൊന്നും പിടിക്കാനായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ പോലെ ഒരാളെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുന്നതിനോട് നിലവിൽ നേതൃത്വത്തിന് എതിർപ്പ് വരേണ്ട കാര്യവുമില്ല. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം നേതൃത്വത്തിന്റെ സമ്മതത്തോടു കൂടി വട്ടിയൂർക്കാവിൽ വീണ്ടും സജീവമായിരിക്കുന്നത്. ഓക്കെ പ്രവീണ, വ്യക്തമാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്റെ മനസ്സിലുള്ള കാര്യം ന്യൂസ് മലയാളത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ് കെ മുരളീധരൻ. വിവരങ്ങൾ നൽകുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് PR പ്രവീണ.